നമസ്കാരം. CJP കോക്രോച്ച് ജനതാ പാർട്ടി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇവറ്റകൾ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടത്തിയ അഴിഞ്ഞാട്ടം എല്ലാവരും കണ്ടതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. പാറ്റകൾ പല വഴിക്ക് പറന്നും പോയി. തിരിച്ച് സ്വന്തം നാടുകളിലേക്ക് മടങ്ങിച്ചെന്ന പാറ്റകൾക്ക് രാജ്യസ്നേഹികളായ നാട്ടുകാർ സ്വീകരണം ഒരുക്കിയതും പാറ്റകൾ നിലവിളിച്ചു മെഴുകുന്നതും സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു. മതവും രാഷ്ട്രീയവും തലയ്ക്ക് പിടിക്കാത്ത രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും തുടക്കത്തിൽ തന്നെ ഒരു സംശയമുണ്ടായിരുന്നു. US പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ത്യയിൽ ഒരു പരീക്ഷാ ക്രമക്കേട് നടക്കുമ്പോൾ രോഷം കൊള്ളേണ്ട കാര്യമെന്താണ്? സമൂഹ മാധ്യമത്തിൽ ക്യാമ്പയിൻ നടത്തുകയും അതുവഴി ആളെ കൂട്ടി തയ്യാറെടുപ്പുകളോടെ അമേരിക്കയിൽ നിന്നെത്തി സമരം നടത്തിയതും എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും തലയ്ക്ക് വെളിവുള്ള ആർക്കും തോന്നുന്ന സംശയങ്ങളാണിത്. എന്തായാലും സമരം അവസാനിച്ചു. പക്ഷേ കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിച്ചില്ല. ഇത്രയും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി രാജ്യത്തെ നാണം കെടുത്തിയിട്ട് മൂട്ടിലെ പൊടിയും തട്ടി പോകാമെന്നായിരുന്നു അഭിജിത്ത് ദീപ്കെ എന്ന വിവരദോഷി കരുതിയിരുന്നത്. നരേന്ദ്രമോദിക്കെതിരെ ജിഹാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പൗരത്വ ഭേദഗതിയും മണ്ഡല പുനർനിർണയവും ഏകീകൃത സിവിൽ കോഡുമൊക്കെ കൊണ്ടുവരുന്നത് ഇന്ത്യയെ ഒരു ഇസ്ലാം രാഷ്ട്രമാക്കാൻ നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് എന്തു പറഞ്ഞാലും എന്ത് ചോദിച്ചാലും പാറ്റാത്തലവൻ അഭിജിത്ത് ദീപ്കെ നരേന്ദ്രമോദി എന്ന് മാത്രം പറയുന്നത്. എന്തായാലും അമേരിക്കയിൽ പഠിക്കാൻ പോയ ചെക്കൻ അവിടുന്ന് കുറ്റിയും പറിച്ചു വന്ന് സമരമെന്ന പേരിൽ ആഭാസത്തരം നടത്തുന്നതിനെ സംശയത്തോടു കൂടി മാത്രമേ നോക്കിക്കാണാൻ കഴിയൂ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അഭിജിത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ചും സർക്കാർ ഉദ്യോഗസ്ഥനായ അയാളുടെ അച്ഛൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചുമൊക്കെ വിവരാവകാശ നിയമപ്രകാരം അമിത് തിവാരി എന്നൊരു വിവരാവകാശ പ്രവർത്തകൻ എഴുതി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഉള്ളത് പറഞ്ഞാൽ കള്ളന് തുള്ളൽ വരുമെന്ന പഴഞ്ചൊല്ല് എത്ര അർത്ഥവത്താണെന്ന് മകളുടെ മാസപ്പടിയെക്കുറിച്ചുള്ള നിയമസഭയിലെ മാത്യു കുഴൽനാടൻ്റെ ചോദ്യത്തിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കാണിച്ച അഭിനയവും അഭ്യാസവുമൊക്കെ നമ്മൾ കണ്ടതാണ്. ചാടി എഴുന്നേൽക്കുന്നു, മകളെക്കുറിച്ച് പറഞ്ഞാൽ അങ്ങ് തളർത്താമെന്ന് കരുതിയോ, ഈ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെയുള്ള ഡയലോഗുകൾ കാച്ചിക്കൊണ്ട് കസേരയിലേക്ക് അങ്ങ് ഇരുന്നു പിണറായി വിജയൻ. ഇതൊക്കെ കണ്ടപ്പോൾ ചോദ്യം ചോദിച്ച കുഴൽനാടന് പോലും തോന്നിയിട്ടുണ്ടാകും വേണ്ടായിരുന്നു എന്ന്. ഏതാണ്ട് അതുപോലെയാണ് നമ്മുടെ പാറ്റാത്തലവൻ്റെ കാര്യവും. വിവരാവകാശ നിയമപ്രകാരം ആരോ ചോദിച്ച ചോദ്യത്തിന് ഈ മണ്ടൻ പറയുന്നത്, എൻ്റെ വിദ്യാഭ്യാസ പശ്ചാത്തലം എന്തിനാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചയാക്കുന്നത്? സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ US ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ എന്താണ് ഇത്ര വിഷമം? സാധാരണക്കാരെ ചോദ്യം ചെയ്യുന്ന BJP സ്വന്തം നേതാക്കളുടെ യോഗ്യതകൾ മറച്ചുവെക്കാനാണ് ശ്രമിക്കുന്നത്. ബോസ്റ്റൺ സർവകലാശാലയിൽ പഠിച്ചത് സ്കോളർഷിപ്പും വിദ്യാഭ്യാസ വായ്പയും കൊണ്ടാണ്. വായ്പ ഇനിയും തിരിച്ചടയ്ക്കാനുണ്ട്. വിദേശ പഠനത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വിവരദോഷിയായ ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. എന്നു മാത്രമല്ല, ചക്രവർത്തി തൻ്റെ ബിരുദ സർട്ടിഫിക്കറ്റ് പുറത്തു വിടുമോ എന്നും ഇയാൾ ചോദിക്കുന്നുണ്ട്. ചക്രവർത്തി എന്നുദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ്. അച്ഛനെ അളിയ എന്ന് വിളിക്കുന്ന പാറ്റാത്തലവൻ പ്രധാനമന്ത്രിയെ അങ്ങനെ വിളിച്ചതിൽ അത്ഭുതമില്ല. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നരേന്ദ്രമോദിയല്ല ഈ ഞാഞ്ഞൂലിൻ്റെ സാമ്പത്തിക സ്രോതസ് ആവശ്യപ്പെട്ടത്. ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് വേറെ ഒരുപാട് ജോലികളുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. 2005 ഈ വിവരാവകാശ നിയമം അനുസരിച്ച് രാജ്യത്തിൻ്റെ സുരക്ഷയും അഖണ്ഡതയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഒഴികെ ഒരുമാതിരിപ്പെട്ട വിവരങ്ങളെല്ലാം നൽകാം. ആ ഒരുമാതിരിപ്പെട്ട വിവരങ്ങളിൽ പാറ്റാത്തലവൻ്റെ അച്ഛൻ ഭഗവാൻ റാവു ദീപ്കയുടെ സാമ്പത്തിക സ്രോതസ്സും ഉൾപ്പെടും. മഹാരാഷ്ട്ര വ്യവസായ വികസന കോർപ്പറേഷനിൽ നിന്ന് വിരമിച്ച ഒരു ജൂനിയർ സൂപ്രണ്ടാണ് അഭിജിത്തിൻ്റെ അച്ഛൻ ഭഗവാൻ റാവു. അയാൾക്ക് ശമ്പളം ഏകദേശം 60,000 രൂപയായിരുന്നു. ഇനി 1 ലക്ഷം എന്ന് വയ്ക്കാം. പക്ഷേ മകനെ എങ്ങനെയാണ് US പഠിപ്പിക്കാൻ വിട്ടത്? സ്കോളർഷിപ്പും വിദ്യാഭ്യാസ വായ്പയും ഒക്കെ കൊണ്ടാണ് അമേരിക്കയിലേക്ക് പറന്നതെന്നാണ് പാറ്റാത്തലവൻ്റെ വാദം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രേഖകൾ അങ്ങ് കാണിച്ചാൽ പോരെ? പകരം പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയാണ് പാറ്റാത്തലവൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഉള്ളത് പറഞ്ഞാൽ കള്ളന് തുള്ളൽ വരുമെന്ന്. അപ്പോൾ എന്തോ ഉണ്ട്. തീർന്നില്ല. CJP ഒരു രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ഫണ്ട് സ്വീകരിക്കുന്നതിനെക്കുറിച്ചും തിവാരിയുടെ വിവരാവകാശ ചോദ്യങ്ങളിലുണ്ട്. CJPക്കാർക്കായി കപിൽ സിബൽ പ്രഖ്യാപിച്ച 1 കോടി രൂപയുടെ നിയമസഹായ ഫണ്ടിലും അന്വേഷണം വേണമെന്നും ഫണ്ടിന് GST ബാധകമാണോ എന്ന് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് തിവാരി സെൻട്രൽ ബോർഡ് ഓഫ് ടാക്സസ് ആൻഡ് കസ്റ്റംസിനെയും സമീപിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഇത്രയേറെ അക്രമം നടത്താനും നാശനഷ്ടങ്ങൾ വരുത്താനും നേതൃത്വം കൊടുത്തിട്ട് നൈസായി അങ്ങ് സ്കൂട്ടാകാമെന്ന് വെച്ചാൽ
അതെങ്ങനെ ശരിയാകും? മുമ്പ് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് ചോദിച്ചിരുന്നു. അവർക്കൊക്കെ കിട്ടി ബോധിച്ചിട്ടുണ്ട്. വളരെ വെടിപ്പായി പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ചെയ്യുന്നുണ്ട്. അതുപോലെ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ചെറിയൊരു ചൊറിച്ചിലും നീറ്റലും ഒക്കെ തോന്നാം, സാരമില്ല, എല്ലാവരെയും തൃപ്തിപ്പെടുത്തി എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതങ്ങോട്ട് സഹിക്കുക, അത്ര തന്നെ. അപ്പോൾ പാറ്റാത്തലവൻ്റെ ആസനത്തിൽ തീ പിടിച്ചിട്ടുണ്ട് എന്ന് അയാളുടെ പ്രതികരണം തന്നെ തെളിയിക്കുന്നുണ്ട്. അയാൾ US പഠിക്കാൻ പോയത് സ്കോളർഷിപ്പ് കൊണ്ടല്ലെന്നോ വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ടല്ലെന്നോ ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ ആയിരിക്കാം. പക്ഷേ രാജ്യത്തൊരു നിയമം നിലനിൽക്കുമ്പോൾ അനുസരിക്കണ്ടേ? അല്ലാതെ വിരളി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഏറ്റുമുട്ടാൻ വന്ന പന്നികളെ, അതായത് പാകിസ്ഥാനെ വിറപ്പിച്ച ചരിത്രമാണ് ഭാരതത്തിനുള്ളത്. പിന്നെയാണ് കുറേ പാറ്റകളെ. കാര്യങ്ങൾ എന്തായാലും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് മാത്രം മനസ്സിലാക്കുക.